സുഹൃത്തുക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം മറ്റൊന്നുമല്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർമാരെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ ഹൈക്കോടതിയിൽ. ആ വിധിയെ തുടർന്ന് ചിലരെന്നോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുകയുണ്ടായി. മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് ഏറ്റവും വലിയ സത്യവാചക പ്രശ്നത്തെ ഹൈക്കോടതി അവതരിപ്പിച്ചത്, അനുകൂലമായ വിധി സമ്പാദിച്ചത്. മറ്റൊന്നും അല്ല, നിങ്ങൾക്കറിയാം, AK ആൻ്റണിയുടെ സത്യവാചകമായിരുന്നത് സ്നേഹം കൂടാതെ ഇരിക്കുക എന്നുള്ളത്. അത് വളരെ അനുകൂലമായിട്ട് തന്നെ വിധി വന്നു. എന്നാലും അത് ഉദ്ദേശിച്ചത്രയും പോയില്ല. ആ കോടതി വിധിയിൽ ഈ സ്നേഹം കൂടാതെ ഭരിക്കുക എന്നുള്ളതായിരുന്നു. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് അസന്നിഗ്ധമായിട്ട് കോടതി പ്രഖ്യാപിക്കുകയും ആ പീരീഡിലെ എല്ലാ ഉത്തരവുകളും പിന്നെ കോൺട്രാക്റ്റുകളും എല്ലാം അസാധുവാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ഉത്തരവ് അസാധുവാക്കുന്ന ഭയപ്പെട്ടുകൊണ്ട് ശ്രീ AK ആൻ്റണി അത് 2 പിൻവലിച്ചു. പക്ഷേ അത് ഇതുവരെ പരിഗണന എന്നിട്ടില്ല. അത് അഡൈസ്റ്റോണ്ടി ആയിരുന്നു ജീവനക്കാരുടെ. അതുപോലെ തന്നെ അന്നത്തെ 2002 സമരത്തിന് ആധാരമായ ഉത്തരവ് 2 പിൻവലിച്ചു എന്ന് പറഞ്ഞാലേക്ക് അത് നേരിട്ടത് ക്വാഷ് ചെയ്തില്ല, അത് എടുത്തു കളഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ഒരു പരാമർശം നടത്തി, അതായത് ആ പീരീഡിലെല്ലാ ഉത്തരവുകളും നടപടികളും ക്യാബിനറ്റെല്ലാം അസാധുവാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വിധിയെപ്പറ്റി വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിധി ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കൗൺസിലർമാരെ പിന്നെ അയോഗ്യരായിക്കൊണ്ടുള്ള വിധി ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ഇതെല്ലാം നടന്നത് 2004 അല്ല, ജവഹർ ഗുപ്ത എന്ന് പറഞ്ഞ പേരെടുത്ത ഒരു ജഡ്ജിയായിരുന്നു ഇതിലെല്ലാം പ്രിസൈഡ് ചെയ്തത്. അദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്തത്, അല്ല, അദ്ദേഹം റിട്ടയറിൽ പോയി. അപ്പോൾ അദ്ദേഹം എടുത്ത വിധിയിൽ ഇരിങ്ങാലക്കുടയിലുള്ള കൗൺസിലർമാരെ അയോഗ്യരാക്കുക മാത്രമല്ല, അവരുടെ ചെയ്ത നടപടികളെല്ലാം നിയമവിരുദ്ധമാകുന്ന രീതിയിലാണ് വിധി. അതിനെ തുടർന്ന് അവർ സുപ്രീം കോടതിയിലേക്ക് പോയി, എല്ലാവരും ശരിവെച്ചു. പിന്നെ കേരള ഗവൺമെൻറ് അവരുടെ നടപടികളെയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തി. സമാനമായ രീതിയിൽ മിസ്റ്റർ AK ആൻ്റണിയുടെ ഭരണം ക്രമീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് നടപടി എടുത്തില്ല. ഞാൻ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പുതിയ ഡെവലപ്മെൻറ്റ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ നമ്മുടെ സുഹൃത്തുക്കളായ കോർപ്പറേഷൻ പിന്നെ കൗൺസിലേഴ്സ് പല രീതിയിൽ ഇങ്ങനെ ദൈവം എന്നുള്ളതിന് റിപ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ പേര് കുടുംബദൈവം എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്തു. ശരിയായ നടപടിയൊന്നും ആരും പറയില്ല. അതിൽ ഞാൻ ഉൾക്കൊള്ളുന്ന വാർഡിലെ കൗൺസിലർ, അദ്ദേഹം പേട്ട വാർഡിൻ്റെ, അദ്ദേഹം ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ. ന്യായമായ നടപടിയാണ്. ഞാൻ തോന്നിയ ദിവസമൊന്നും അനുഭവിച്ചു കൊടുക്കണം. ഇന്ത്യൻ ഭരണം കൃത്യമായിട്ടും അനുസരിക്കേണ്ട എല്ലാ പൗരനും ബാധ്യതയുണ്ട്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആണത്. അപ്പം നമ്മളിങ്ങനെ ഒരു നടപടി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ ബില്ലിൽ പോകാമാണ്. അപ്പം അതിൽ കോടതി എടുത്ത നിലപാടാണ് ഞാനിവിടെ എൻ്റെ അഭിപ്രായം പറയുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാം, അത് ശ്രദ്ധാപൂർവമല്ലാത്തൊരു വിധിയാണ്. അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് നമ്മുടെ കോടതി ഭാഷയിൽ പറയുന്നത് പെരിൻക്യൂറിയൻ ജഡ്ജ്മെൻറ്റ്, അതായത് ശ്രദ്ധാപൂർവമല്ലാത്ത തെറ്റായ നിയമത്തെ പറ്റിയുള്ള ഏതോ അറിവ് കൂടി കൊണ്ടുണ്ടായിരിക്കുന്ന വിധിയാണ്. അതൊരു സീനിയർ ജഡ്ജിയാണ് ഈ കോടതിയിൽ ഇത് ചെയ്തിരിക്കണതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻറ്റും മാതൃകാപരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു വക്കീൽ എന്നുള്ളത്. ഞാനത് വലിയൊരു വക്കീലില്ല കേട്ടോ. ഒരു ചെറിയ കാര്യം ചെയ്ത് ഇവിടെയൊക്കെ സത്യവാചകം മാറ്റി കൊടുത്തു. അതുകൊണ്ട് വക്കീലിൽ ഞാൻ ക്ലെയിം ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് എൻ്റെ നിലപാട് അത് ശ്രദ്ധാപൂർവമല്ലെന്ന് പറയാൻ കാര്യം, ഇരിങ്ങാലക്കുടയുള്ള ആ വിധിയോട് യാതൊരു ബന്ധമില്ല. ഒരു ജഡ്ജി ഒരു വിധി പറയുമ്പം മുൻ പ്രീസിഡൻസുകളെല്ലാം പരിശോധിക്കണം. ആ പ്രീസിഡൻസ് അദ്ദേഹം പരിശോധിക്കാനായിട്ടുള്ള ഈ 2 ഭാഗത്തുള്ള
പിന്നെ വക്കീലന്മാർക്ക് അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല, അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഇരിങ്ങാലക്കുട കേസ് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഇരിങ്ങാലക്കുട സംഭവിച്ചു വെച്ചാൽ ഞാനിപ്പോൾ വേണ്ട കോർപ്പറേഷനെ പറ്റി പറയുന്നത് അല്ല, വലിയ കാര്യമാണ്. ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ ഇഷ്ടം പോലെയിട്ട് പന്താടാൻ പറ്റുമെന്നില്ല. ദൈവം ഒന്നേ ഉള്ളൂ. അതങ്ങനെയാണ് ശ്രീനാരായണകൾ നമ്മുടെ എന്താണ് ഗുരുക്കന്മാരെല്ലാം പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ ചവർ പോലെ ദൈവമൊന്നുമില്ല. ദൈവം പിന്നെ ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ വരുന്നത് ആയിരിക്കും. ചിലപ്പോൾ മനുഷ്യൻ ദൈവമായിട്ടും പിന്നെ അച്ഛനെയാകാം, അമ്മയാകാം, ഗുരുവിനെയാകാം, എല്ലാം ആകാം. അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ ഈ ഓടെന്നുള്ള വലിയൊരു ഗോപൻ ഇതിലേക്ക് കൊണ്ടുവരുന്നവരെല്ലാം ഒന്നാണ്. അപ്പോൾ അത് തന്നെയാണ് ഫീറ്റ് നമ്മുടെ ഭരണഘടനയുള്ളത്. അത് ചുമ്മാ ഇങ്ങനെ പഞ്ചായത്ത് ഓരമുള്ള അമ്പലങ്ങളിലുള്ള ദൈവങ്ങളും പള്ളികളുടെ ദൈവവും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവൻ പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് ഇവൻ അദ്ദേഹമാണ് ഈ സത്യവാചകം കറക്റ്റായിട്ട് എടുത്തത്. അദ്ദേഹം മാതൃകാപരമായിട്ട് ഇന്ത്യൻ ഭരണ സത്യവാചകമായിട്ട് 27 കൊല്ലത്തിന് ശേഷം അദ്ദേഹമാണ് എടുക്കുന്നത്. 67 ശേഷം 2004 കറക്റ്റ് സത്യവാചകം എടുത്ത് നിയമപരമായ ഗവൺമെൻറ് ഉണ്ടാവണം. അതിന് മുമ്പൊക്കെ ഉള്ള സാധുവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ ആളും ഞെട്ടും. പത്രക്കാരും പ്രമാണികളും ഒക്കെ ഒളിപ്പിക്കാൻ പറ്റിയ സാധനം ജനങ്ങളോട് നേരിട്ട് പറയുക. പത്രക്കാർ പ്രത്യേകിച്ചും അവർക്ക് ആ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോഴും പറഞ്ഞു നടക്കണം. ഇങ്ങനെ സത്യവാചകം എടുത്തിട്ട് അതിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് പോട്ടെ. അപ്പോൾ മഹാനായിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ് ക്ലിയറാക്കുക, പൗഡർ ഇടിച്ച് കൊണ്ടുവരിക. പുള്ളി ഒന്നും ചെയ്തിട്ടുള്ള വിധി ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രമാദമായ പ്രശ്നം സത്യവാചകം എടുത്തപ്പോൾ ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ദൈവത്തെ ഇങ്ങനെ തോന്നിയമാര് കാണുന്നവർ മുഴുവൻ പറയുന്നവർ ഇങ്ങനെ പറയാൻ പറ്റില്ല. കോടതി കൃത്യമായിട്ട് പറയുന്നു. കോടതിയല്ല നമ്മുടെ നിയമ സംഹിത പറയുന്നത് ഓത്തെടുക്കുന്ന ഐദർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഓത്ത് ഓഫ് അഫർമേഷൻ. ഞാനത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന അഫേം ചെയ്തുകൊണ്ടുള്ള എടുക്കും ദൃഢനിശ്ചയത്തോടെ. ഈ ദൃഢനിശ്ചയം ദൈവം എന്നുള്ള വേറൊരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ ആ ഓത്ത് നിയമാനുസൃതമല്ല. അപ്പം ഞാനിത് പറയുന്നത് കോടതിയുടെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഒരു ഒരു എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജഡ്ജിമെൻ്റ് എഴുതിയ നമ്മുടെ ജഡ്ജി കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൻ്റെ പുറകിൽ സത്യമേവ ജയതെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയാം അത് വലിയ ഒഴിവാക്കാതെ സത്യം അങ്ങനെ കാര്യമാക്കണമെന്ന് പറയാൻ പറ്റുമോ? അത് വീഴ്ചയാണ്. സത്താപൂർ പോലെ ഉള്ള വളരെ ബേസിക് ക്വസ്റ്റ്യനാണ്. എങ്ങനെ ഈ ആൾക്കാർ ഏതാണ് സ്നേഹമാണ് അഖിലസാക്ഷി എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ വാക്കുകളാണത്. അത് അവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ അല്ല സേവല സത്യമേവ ജയതേ എന്ന് പറയുന്നത് ഉപനിഷത്ത് വാക്കുകളാണ്. ആ ഉപനിഷത്തിൻ്റെ റെഫറൻസും അല്ലെങ്കിൽ ഒരു വളരെ മനോഹരമായ ഒരു പിന്നെ നിലപാട് മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള സത്യം ജയിക്കണം. അത് കോടതിയുടെ ലക്ഷ്യമാണ്. അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സത്യവാചകത്തിൽ തെറ്റാൻ പറ്റിയ കാര്യമൊക്കെട്ടെന്ന് ഒരു ജഡ്ജി എഴുതുക വെച്ചാൽ വളരെ മോശമാണ്. അത് അവധാനതയില്ലാത്തൊരു വിധിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ അവരെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ആ ആക്ഷനുകളെല്ലാം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നേക്കുള്ള ഒരു ന്യായം നമ്മുടെ പഞ്ചായത്ത് ആക്ടിൽ 531 അത് തന്നെ മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ പിന്നെ 530 എന്ന സെക്ഷനിലുള്ള പറയുന്നത് ആക്ട് ഓഫ് കൗൺസിൽ നോട്ട് ടു ബി ഇൻവാലിഡ്. നോ ആക്ട് of proceedings of the council of a municipality or standing council or any other committee thereof shall be invalid by reason of any defect in its constitution. Council constitute ചെയ്തിട്ടുള്ള അപാകത, വേക്കൻസിയുടെ കുറവ്, വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല. 3 irregularity or illegality in the election of a person or disqualification of a person is to order of the person held to continue to any of the post of the council or committee.
അതായത് ഈ പറഞ്ഞ എന്ത് വൃത്തിയോട് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇയാളുടെ ഇലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇയാളുടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഒരു നടപടിക്ക് ഒരു പ്രശ്നമില്ല. ഹാംഫുൾ എന്നാണ് അദ്ദേഹം ആ ഒരു എന്താണ് നമ്മുടെ ഇതിൻ്റെ മുനിസിപ്പൽ കൗൺസിൽ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ട് എന്തെടുത്താലും എന്ത് തെമാടത്തിലും പറഞ്ഞാലും അത് നിലനിൽക്കുമെന്ന് പറഞ്ഞു. അത് ഇൻവാലിഡ് ആയില്ലെന്നാണ്. അതൊന്നും വേണം നമ്മൾ ഞാൻ പറഞ്ഞ ആൻ്റണിയുടെ വിധിയും ഇരിങ്ങാലക്കുടയുടെ വിധിയും എതിരാണ്. ഇരിങ്ങാലക്കുടയുടെ വിധി എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട കേസാണ് സമാനമായ കേസ്. ഉണ്ടാകാതെ വേറെയാണ്. കാര്യം അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നേരിട്ട് ബന്ധമുള്ള. ഇന്ത്യൻ ഭരണഘടന വടത്തും ഇതെടുത്തില്ലെന്ന് പറഞ്ഞ് എന്താണ് അതൊന്നും അദ്ദേഹത്തിൻ്റെ ആക്ഷനൊന്നും ഇല്ലീഗൽ അൺകോൺസ്റ്റിറ്റ്യൂഷനിലാകുന്ന ഇല്ലെന്ന് ഒരിടത്ത് പറയുന്നില്ല. അതുകൊണ്ടത് റെഗുലറൈസ് ചെയ്യുക തന്നെ വേണം. ആരൊക്കെ ഒളിപ്പിച്ചാലും അത് നിയമപരമായിട്ട് ബോധമുള്ള ആരും പറയും ഒക്കെ എന്നെ ഭരണകാലത്ത് അത് മുഴുവൻ റെഗുലറൈസ് ചെയ്യണം. അദ്ദേഹം സ്നേഹം കൂടാതെ ഭരിച്ചെടുത്ത എല്ലാ തീരുമാനങ്ങളും എല്ലാം പരിശോധിച്ച് അത് റെഗുലേറ്റ് ചെയ്യണം നടപടി ഇന്ത്യൻ പാർലമെൻറ്റ് എടുക്കേണ്ടതാണ്. അന്ന് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യപ്പെടേണ്ടതാണ്. അത് ഇവരെ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഒരു അഭിപ്രായത്തിന് കുറിച്ചോ നമ്മൾ മോശക്കാരാണെന്ന് ലോകം അറിയണ്ടല്ലോ. പാർലമെൻറ്റിലൊക്കെ ചെന്നാൽ അറിയുമല്ലോ ഇങ്ങനെയൊക്കെ വായിച്ചത് സ്നേഹം കൂടാതെ ഭരിക്കണവർ ചേർന്ന് മന്ത്രി ചേർന്നാൽ മോശമല്ലേ നമുക്ക്. അതുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. നമ്മൾ എന്താ പറയണം, നമ്മൾ ചില കാര്യങ്ങൾ ഒളിപ്പിക്കണമല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ ഒരു അബോർഷൻ നടത്ത കുട്ടിയെ എടുക്കാൻ കഴിയുമ്പോൾ അബോർഷൻ്റെ കാര്യം പറയാമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വെളിയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഈ പറഞ്ഞ വിധിയുണ്ടല്ലോ 531 സെക്ഷൻ, അതായത് അങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെ വന്നാൽ ഒരിക്കലും ഓരോ തീരുമാനങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ആക്ടിലുള്ള ഇത് അത് മൗലികമായി തന്നെ തെറ്റാണ്. അതായത് അതേ ആക്ടിൽ പറയുന്നത് ഇവരെല്ലാം എടുക്കണം, മറ്റൊരു ആക്ടിൽ പറഞ്ഞാൽ ചെയ്യാൻ കുഴപ്പമില്ലെന്ന്. അത് അസംബന്ധമാണ്, കോൺട്രഡിക്ടറിയാണ്. അതൊന്ന്. പിന്നെ ഒരു സത്യവാചകത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി അത് തർക്കവിശ്വാസമാണ്. പക്ഷേ ഈ 531 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ജഡ്ജി ഇനി ആ ബഹുമാനിക്കുന്ന മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ, അതെ ഞാൻ അദ്ദേഹത്തെ ജഡ്ജ്മെൻ്റൊക്കെ പലതും നോക്കാറുണ്ട്. അപ്രീഷിയബിളായിട്ടുള്ള രീതിയിൽ അദ്ദേഹം വളരെയധികം ജഡ്ജ്മെൻ്റൊക്കെ പാസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം ഫെയിൽ ചെയ്തു. അദ്ദേഹം ഫെയിൽ ചെയ്യുന്ന ഒരാളല്ല, നമ്മുടെ നിയമവ്യവസ്ഥ അത് അദ്ദേഹത്തെ മുമ്പിലേക്ക് ഈ ആൻ്റണിയുടെ കേസ് അത് അടുപ്പിച്ചിട്ടേ ഇല്ല. ഇരിങ്ങാലക്കുടയിലെ കേസും അടുപ്പിച്ചിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആ രണ്ടുമാണ് ഈ റെഗുലറൈസേഷൻ, അതിലാണ് തൊടിയിച്ചിട്ടുള്ള കേട്ടോ. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ രണ്ട് വിധി ഒരിടത്തും സൂചിപ്പിച്ചിട്ടുമില്ല. മറ്റു വിധി നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ ഒരു MLA എന്താണ് വളരെയധികം ശിക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ശമ്പളം പിടിക്കുകയും ആ പിടിച്ച സമയത്ത് പിടിക്കുകയും ഫൈൻ അടിക്കുകയും എല്ലാം ചെയ്തു. രണ്ടാമത് എടുക്കേണ്ട കൂടാതെ ഇത്തരം ഒരു പെനാൽറ്റി ഈ പറഞ്ഞ എടുത്തവർക്ക് കൊടുത്തിട്ടുമില്ല. അങ്ങനെ അത് ഡിഫക്റ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവരെല്ലാം എടുക്കും. അപ്പം മുൻ വിധികളെയും കോടതിയുടെ നിലപാടുകളെയും പരിശോധിച്ചിട്ടല്ല ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ആ പീരീഡ് റെഗുലറൈസ് ചെയ്യണം. ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കാനും കോടതിക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ വളരെ പ്ലെയിനായിട്ട് ഇത് അവിടെ വളരെ സന്തോഷത്തോടുകൂടെ പുള്ളി പറഞ്ഞാൽ ചെറിയാവത്തെ പറ്റി എന്ത് ചെറിയാവത്. അത് ബോധപൂർവമല്ലാതെ ഒരാളെ ദൈവത്തിൻ്റെ പറയൂ. ഒരു ബോധമില്ലാതെ ഒരുത്തനാണോ അവിടെ ആൾ ബോധത്തോടെയാണ് വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. തെറ്റായിരുന്നും പോലും ആ വിശ്വാസം അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയത്. അതിലൂടെ തെറ്റ് അദ്ദേഹത്തിന് പറ്റി. ആ തെറ്റിനെ പിന്നെ കോടതി എന്തിനാ ന്യായീകരിക്കണം? ഞാൻ പ്രതിഷേധിക്കുകയാണ്. കോടതി എന്തിനാണോ ന്യായീകരിച്ചത് അതിന് എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഭയങ്കര ശിക്ഷയ്ക്ക് വിധേയമാക്കി. 2000 അതേ കാലത്ത് തന്നെ ജവഹർ ഗുപ്ത എന്ന് പറഞ്ഞ ജഡ്ജി തന്നെയാണ് അത് വിധിച്ചത്. അല്ല അത് തന്നെ എന്നാൽ അതിന് അപ്പീൽ ചെയ്തിരുന്ന ആൾ പിന്നെ ജഡ്ജിയെ അന്ന് കേസ് അപ്പീൽ ചെയ്തതാണ്. പിന്നെ അദ്ദേഹത്തെ ഇതിനെ ചലഞ്ച് ചെയ്ത് കൊടുത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്ക് ചലഞ്ച് ചെയ്തത്
തിരുവനന്തപുരത്തുള്ള ഒരു വക്കീലാണ്. പക്ഷേ ഇതിലെല്ലാം പ്രശ്നം അത് കൃത്യമായ വിധിയാണ്. അതിനകത്ത് പിന്നെ ശിക്ഷ എല്ലാം കൊടുത്തു വിട്ടു. രണ്ടാമത് എടുക്കാനും പറഞ്ഞു. പക്ഷെ ഇവിടെ രണ്ടാം മാത്രമേ പറഞ്ഞുള്ളൂ. ശിക്ഷയില്ല, ഒരു അപാകതയില്ല. അവരെടുത്ത തീരുമാനങ്ങൾ റെഗുലറൈസ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ റെഗുലറൈസ് ചെയ്തു? ഈ പറഞ്ഞ ഒരു സെക്ഷൻ അന്ന് ഇരിങ്ങാലക്കുടയിലുള്ള കോർപ്പറേഷനുള്ള കൗൺസിലേഴ്സ് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ഈ 531 പറഞ്ഞ സെക്ഷൻ എടുത്തുകൊണ്ട് വേണേൽ അവരെ രക്ഷപ്പെടുത്തായിരുന്നു. ചെയ്തില്ല. അപ്പോൾ സുപ്രീം കോടതി നിരാകരിച്ച ഒരു സെക്ഷൻ എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജി ഈ തീരുമാനം എടുത്തത്. ഒരു രീതിയിലും നമുക്ക് ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അത് നിയമവാഴ്ചയ്ക്ക് ഉതകുന്നതല്ല. എന്ത് തോന്നാസം പറയാം, സത്യവാചകം എടുക്കാം, ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ തെറ്റുപറ്റുന്നതൊക്കെ സ്വാഭാവികം. എന്നൊക്കെ വൈഡറായിട്ടുള്ള ചില ആർഗ്യുമെൻ്റൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഒരാളെ ഫേവർ ചെയ്യണമെങ്കിൽ ജഡ്ജിക്ക് എന്തെങ്കിലുമില്ല. അതൊക്കെ തെറ്റെന്ന് പറയാം. ചെറിയ അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞു. എന്നാൽ വെറുതെ ഭീമാകാരമായ തെറ്റാണെന്ന് പറഞ്ഞാൽ ആര് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യവാചകം എടുത്തത്. അപ്പോൾ ഭീമാകാരമായ തെറ്റാണെന്നാണ് അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത്. ഇതേ ഹൈക്കോടതി ഇതൊരു ചെറിയ ഇതൊക്കെ എങ്ങനെ കോടതിയിലുള്ള വിശ്വാസം കണ്ടെത്തി നഷ്ടപ്പെട്ടില്ല ഇത്തരം വിധികൾ. ശ്രദ്ധാപൂർവമല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ശ്രദ്ധാപൂർവമായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. അദ്ദേഹം മുൻവിധികളെ പരിശോധിച്ചിട്ടില്ല. ചുമ്മാ ഏതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതൊക്കെ പാട്ടുകാർ പറഞ്ഞു കേട്ടു. പിന്നെ ആ വിധി മുഴുവൻ ഫാക്ടിലോട്ടാണ് പോകണം, നിയമത്തിലേക്ക് പോകുന്നില്ല. അതിനകത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് മറ്റേ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇന്നറേറ്റ് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള പണ്ടേ ഉള്ള ഒരു നിർവചനമുണ്ട്. അത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതാണ് നിയമപരമായ ഒരു അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം അതത്ര ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ട് ഇന്ന രീതിയിൽ പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം. ടൈലർ വേഴ്സസ് ടൈലർ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു വിധിയാണത്. ടൈലർ വേഴ്സസ് ടൈലർ എന്നുള്ളവരാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെൻ്റ് എല്ലാവരും കോട്ട് ചെയ്യണതാണ്. അദ്ദേഹം കോട്ട് ചെയ്യുന്നു, ഞാനും കോട്ട് ചെയ്യുന്നു, ഞാനും ഈ AK-യുടെ കേസിൽ. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞിട്ട് പിന്നെ പറയാം കുഴപ്പമില്ലെന്ന്. ആ മാതൃക ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതേ ഇതുകൊണ്ട് പറയാം അതൊക്കെ ഒരു ചെറിയ എന്നൊക്കെ പറഞ്ഞു പോകണം. എന്താ ആർക്ക് വേണ്ടിയാണ് അങ്ങനെ പറയാം? നിയമത്തിന് വേണ്ടിയിട്ടാണ്. അത് ഈ പറഞ്ഞ മോശം തെറ്റായ ഒരു സത്യവാചകം എടുത്തവർക്ക് വേണ്ടിയിട്ടാണോ? ഉമ്മൻചാണ്ടിയുടെ പേര് സത്യവാചകം എടുക്കുന്നത്. ഉമ്മൻചാണ്ടിയാണ് കളക്ടറായിട്ട് സത്യവാചകം എടുത്തത് നമ്മുടെ വിധിക്ക് ശേഷം. ഞാൻ കോടതിക്ക് കയറി AK-യുടെ സത്യവാചകം അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സത്യവാചകം എടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. എല്ലാ ഡിസ്ക്രെഡിറ്റുകളും ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാകും. 27 കൊല്ലത്തോടെ ആദ്യമായിട്ട് ഭരണഘടന സത്യവാചകം എടുത്തുള്ള ശ്രീ ഉമ്മൻചാണ്ടിയാണെന്ന വസ്തുത പത്രങ്ങളൊന്നും ഇവിടെ പ്രഖ്യാപിക്കേണ്ട, അല്ലാതെ തന്നെ ആളുകൾക്കറിയാം. ചരിത്രമുണ്ട്. ഇവർ മൂടിയിട്ടൊന്നും കാര്യമില്ല. ഇത് നിർണായകമായ ചില വിധികളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് വിമർശിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ജഡ്ജിയോട് വളരെ ബഹുമാനം. അദ്ദേഹത്തെ ശ്രദ്ധയിൽ വരാത്ത കാര്യമാണ്. ഒന്ന്, ഈ 531 കാര്യം സുപ്രീം കോടതി ഇഗ്നോർ ചെയ്തു. അതിന് വില കൊടുത്തിരുന്നെങ്കിൽ ഇരിങ്ങാലക്കുടയിലുള്ള കൗൺസിലർമാർക്ക് രണ്ടാമത് സത്യവിധി എടുക്കുകയും അവരുടെ ആക്ഷന് അസംബ്ലി റെഗുലറൈസോട് ഒരു ആക്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കൗൺസിലർമാരുടെ, അതായത് ഇരിങ്ങാലക്കുടയിലുള്ള കൗൺസിലർമാരുടെ തീരുമാനങ്ങളെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് കേരള അസംബ്ലി ഒരു ആക്ട് മൂലം ആണ് അത് റെഗുലറൈസ് ചെയ്തത്. അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളപ്പോൾ അതൊന്നും വേണ്ട, ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? അത് അദ്ദേഹം വായിച്ചില്ലേ, പഠിച്ചില്ലേ? ആരും അദ്ദേഹത്തിൻ്റെ വക്കീലന്മാരോട് അദ്ദേഹത്തോട് പറഞ്ഞില്ലേ? എനിക്കതൊന്നും അറിയില്ല. ഞാൻ എൻ്റെ എളിവുകൊണ്ട് എൻ്റെ എളിവുകൊണ്ടാണല്ലോ ഞാൻ ഹൈക്കോടതി അവിടുത്തെ ഞാൻ കൊടുത്ത വക്കീൽ ജനറൽ സെക്രട്ടറി ഒരു ഓഫീസറാണ്. ഞാൻ ഇത് ഏൽപ്പിച്ച വക്കീൽ പറഞ്ഞു അത് പോട്ടെ, താരെഴുതുള്ളൂ കേട്ടോ. അദ്ദേഹമാണ് മിസ്റ്റർ രാംകുമാർ, പ്രശസ്തനായ ഭരണഘടന വിദഗ്ധനാണ് കേട്ടോ. ഞാൻ തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കയറിയാണ് ചോദിച്ചു നമ്മൾ ഭരണഘടനയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കിയത്. ഭരണഘടന സംരക്ഷിച്ചുള്ള വിധി, അതായത് പിന്നെ ഭരണഘടനയുള്ള ഷെഡ്യൂളിൽ പറഞ്ഞേക്കുന്നത് പോലെ ഉള്ള വിധി. അതുപോലെ തന്നെ ഈ പറഞ്ഞത് മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ
ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള തത്വവാദം എടുത്തിട്ടില്ല. അതിന് വേറെ എന്തൊക്കെ പറഞ്ഞാൽ എല്ലാം അതിൻ്റെ എല്ലാ തത്വവാദം മുഴുവൻ ശരിയാണ് കേട്ടോ. പക്ഷെ സാക്ഷ്യപ്പെടുത്തിയ ആളെ ശരിയല്ല. ആരാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവം. പക്ഷെ ഇവിടെ അതല്ല, ഒരു സത്യവാചകത്തിൽ പോലും തെറ്റുണ്ടായിട്ട്. സത്യവാചകത്തിൽ എല്ലാവരുടെയും തെറ്റില്ല. സത്യപ്രതിജ്ഞ എടുത്തതിൽ സത്യപ്രതിജ്ഞ എടുത്തതിൽ രണ്ടാണ് കേട്ടോ. സത്യവാചകവും സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ആളാണ് ഈ പറഞ്ഞ ദൈവം, അല്ലെങ്കിൽ മനസാക്ഷി. മനസ്സിലാവും. ഈ രണ്ടും ദൈവവും മനസാക്ഷിയും അല്ലെങ്കിൽ ദൃഢപ്പെടുത്തിയേ ആവുള്ളൂ, അല്ലാത്ത ഉപയോഗിച്ചില്ല. പക്ഷെ ഇവരെല്ലാം സത്യവാചകത്തിൽ ഒരു വാക്കുപോലും തെറ്റില്ല. ആരുടെ? ഈ പറഞ്ഞ കോർപ്പറേഷൻ മേയർമാരുടെ ഒരു പഞ്ചായത്തിലും പങ്കുവച്ചിട്ടുണ്ട്. അവിടെ ഒന്നും സത്യവാചകം തെറ്റില്ല. സാക്ഷികളെ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ, അങ്ങനെ സാക്ഷികളെ ഇഷ്ടമുള്ളവരെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ അതല്ല. ആൻ്റണിയുടെ കാര്യത്തിൽ സത്യവാചകം തന്നെ തെറ്റും. പക്ഷേ കൂടെ സത്യവാചകം തന്നെ തെറ്റും. സാക്ഷി എന്ന് വെച്ചാൽ പുള്ളി വലിയ ദൃഢപ്പെട്ട എന്നൊക്കെയാണ്. പുള്ളി ഈ പറഞ്ഞ ഒതുക്കാൻ വേണ്ടി ചില പ്രിൻ്റ് വയർ എന്നീ പറഞ്ഞ ചില മാത്തക്കോട്ട് പറഞ്ഞേക്കുന്നത്. ഞാനൊരു എന്താണ് യുക്തിവാദിയായ കൊണ്ടാണ് എന്നെ അങ്ങനെ ആ വിധി. ഞാൻ ദൈവത്തിൻ്റെ പേരിലല്ല എന്നുള്ളതുകൊണ്ട് എന്തിനാണ് ദൈവത്തിനായിട്ട് വലിച്ചെടുക്കണം? അദ്ദേഹം പറഞ്ഞ സത്യവാചകം അങ്ങനെ മീഡിയയോട് പറയണ്ടേ, മാപ്പുകളുടെ കാണത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കാലികമായ പ്രശ്നം ഇത് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടതാണ്. യാതൊരു വിധ രീതിയിലും അത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമില്ല. റൂൾ ഓഫ് ലോ അപ്ഹോൾഡ് ചെയ്യുകയോ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്നതല്ല. അത് ചെയ്യാൻ ഹൈക്കോടതി തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് അദ്ദേഹം കൗൺസിലോട് ഞാൻ അതിൽ സംസാരിച്ചു. അദ്ദേഹം അത് നടപടിയെടുക്കുമെന്ന് എനിക്കറിയാൻ വേണ്ടി സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. സുഹൃത്ത് കൃഷ്ണപ്രസാദ്.